നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളെ, സെൽഫികൾ പലപ്പോഴും അപകടങ്ങളായി മാറാറുണ്ട്. അതിന് പല ഉദാഹരണങ്ങൾ മുന്നിലുണ്ടെങ്കിലും റിസ്ക് എടുത്ത് സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മളിൽ പലരും. ആരൊക്കെ വിലക്കിയാലും കൂട്ടാക്കാതെ സെൽഫി എടുക്കുന്നവരും വിരളമല്ല. ദുബായിലാണ് ലോകത്തെ ഞെട്ടിച്ച മറ്റൊരു ദാരുണ സംഭവം ഉണ്ടായത്. വാർത്തയിലേക്ക്. 17ാം നിലയിൽ നിന്ന് ആകാശ ദൃശ്യം ഉൾപ്പെടുത്തി സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഏഷ്യക്കാരിയായ 16-കാരി താഴേക്ക് വീണ് മരണപ്പെടാൻ ഇടയായത്. അപകടം നേരിൽ കണ്ടത് സഹോദരിയാണ്. ഓടിയെത്തിയപ്പോഴേക്കും തന്റെ സഹോദരി താഴേക്ക് പതിക്കുന്നത് നേരിൽ കാണാൻ നിർഭാഗ്യവതിയായി. അതോടൊപ്പം തന്നെ ഈ ദാരുണമായ അപകടം നേരിൽ കണ്ടത് സഹോദരിയാണ്. സഹോദരി ഓടിയെത്തിയപ്പോഴേക്കും തന്റെ സഹോദരി താഴേക്ക് പതിക്കുന്നത് കാണാനാണ് ഇടയായത്. ഷെയ്ഖ് സായിദ് റോഡിലെ അപ്പാർട്ട്മെന്റിലാണ് അപകടം ഉണ്ടായത്. ഈ വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അപ്പാർട്ട്മെന്റിന്റെ ബാൽക്കണിയിൽ കസേരയിൽ നിന്ന് സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പെൺകുട്ടി താഴേക്ക് പതിച്ചത്. സെൽഫി എടുത്ത മൊബൈൽ ഫോൺ ബാൽക്കണിയിലേക്ക് വീഴുകയും പെൺകുട്ടി താഴേക്ക് വീഴുകയുമാണ് ഉണ്ടായത്. ഉടൻ തന്നെ മരണവും സംഭവിച്ചുവെന്നും കേണൽ ഫൈസൽ അൽ ഖാസിം വ്യക്തമാക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജനങ്ങൾ സൂക്ഷിക്കണമെന്ന് ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. കുട്ടികളെയും യുവാക്കളെയും രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഇത്തരം അപകടകരമായ പ്രവൃത്തികളിൽ നിന്നും വിലക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിക്കുകയുണ്ടായി. ഒരിക്കലും ഇത്തരം അപകടകരമായ പ്രവൃത്തിയിലേക്ക് പോകരുത്. ജന്മം മുതൽ മരണം വരെയും സെൽഫി എടുക്കുന്നവരാണ് നമ്മൾ ഏവരും. അതിൽ മുന്നിട്ട് നിൽക്കുന്നവരോ മലയാളികളാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ സെൽഫി മരണങ്ങൾ സംഭവിക്കുന്നത് പ്രവാസികളെ ഇന്ത്യയിലാണെന്നാണ് പഠന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സെൽഫി എടുക്കാൻ ശ്രമിച്ച് അപകടത്തിൽപ്പെട്ട് ധാരാളം ആൾക്കാരുടെ വാർത്തകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്നും ഓർത്തുകൊള്ളുക. ആത്മഹത്യ ചെയ്യുന്നത് പോലെ ചിത്രമെടുക്കാൻ ശ്രമിച്ച് അബദ്ധത്തിൽ തൂങ്ങി മരിച്ചതായും തലയിൽ വെടിവെച്ചതായും ആത്മഹത്യ മുനമ്പിന്റെ അറ്റത്ത് നിന്നുകൊണ്ട് സെൽഫി എടുക്കാനുള്ള ശ്രമം ദമ്പതികളുടെ മരണത്തിൽ കലാശിച്ചതുമായുമുള്ള വാർത്തകൾ പത്രങ്ങളിൽ വന്നിരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. സെൽഫിക്ക് അടിമപ്പെട്ട 15 വയസ്സുകാരൻ ദിവസവും 10 മണിക്കൂറിനടുത്ത് സെൽഫികൾ എടുക്കാൻ ചെലവഴിക്കുകയും സംതൃപ്തമായ സെൽഫി കിട്ടാതെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവം വാർത്തയായത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. മാത്രമല്ല, മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ബോട്ടിൽ നിന്ന് സെൽഫി എടുക്കുന്നതിനിടെ 8 യുവാക്കൾ തടാകത്തിൽ വീണ് മുങ്ങിമരിച്ച സംഭവം നടന്നത് അടുത്തിടെയാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊള്ളുന്നു. വിവിധ അപകടങ്ങളിൽ റഷ്യയിൽ 6 കുട്ടികൾ മരിച്ചതും തിരുവനന്തപുരത്ത് പാഞ്ഞെടുത്ത തീവണ്ടിക്ക് മുന്നിൽ നിന്ന് സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ എഡ്വിൻ എന്ന 15 വയസ്സുകാരൻ മരിച്ചതും കായംകുളം എരുവയിൽ അഭിലാഷ് എന്ന 32-കാരൻ ആത്മഹത്യ അഭിനയിച്ച് സെൽഫി എടുത്ത് സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുന്നതിനിടെ തൂങ്ങി മരണം സംഭവിച്ചതും നമ്മൾ മറക്കാറായിട്ടില്ല എന്ന് ഓർത്തുകൊള്ളുക. നമ്മുടെ പ്രവാസികൾക്കിടയിൽ ഇത്തരം ശ്രമങ്ങൾ അപൂർവമായെങ്കിലും സെൽഫി രോഗമായി മാറാറുണ്ട്. തന്റെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന സെൽഫി ചിത്രങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ മികവോടെ തന്റെയും കൂട്ടുകാരുടെ ചിത്രം പ്രദർശിപ്പിക്കാനുള്ള വെമ്പലാണ് സ്ഥലകാല ബോധമില്ലാത്ത സെൽഫി ചിത്രങ്ങൾ ഉടലെടുക്കാൻ കാരണമായി വ്യക്തമാക്കുന്നത്. അത് നിങ്ങൾക്കും അറിയാവുന്നതാണ്. ഇത് നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാകുമെന്നതിന്റെ തെളിവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സെൽഫി ഭ്രമം അതിരുകടക്കരുതെന്ന് കേരള പോലീസും നേരത്തെ തന്നെ അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിരുകടക്കുന്ന സെൽഫി ശ്രമം അപകടങ്ങളിലേക്കും മരണത്തിലേക്കും നയിക്കുന്ന സംഭവങ്ങൾ ധാരാളം ശ്രദ്ധയിൽപ്പെട്ട് വരുന്നുവെങ്കിലും ഇതിനൊരു കുറവുമില്ല. അപകട മരണങ്ങളിൽ ഉൾപ്പെടെ എവിടെയെങ്കിലും സെൽഫി എടുക്കുന്ന പൊതുസ്വഭാവത്തിൽ പ്രതിഫലിക്കുന്നത് അപക്വമായ മനോനിലയാണ്. ഓടുന്ന ട്രെയിനിലും വിഷജീവികൾക്ക് മുമ്പിലും അപകടകരമായ മുനമ്പുകളിലും സെൽഫി എടുത്ത് തങ്ങളുടെ സാഹസികത പ്രകടിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് അവിവേകമാണെന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. മരിച്ചു കിടക്കുന്ന ആളിന് മുന്നിൽ പോലും സെൽഫി എടുക്കുന്ന പ്രവണത ഔചിത്യമില്ലാതെയാണെന്നും ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുള്ളതാണ്. അതിനാൽ തന്നെ ഇത്തരം അപകടകരമായ സെൽഫി എടുക്കൽ പ്രവണത മാറ്റിക്കൊള്ളുക. ഇത്തരം അപകടകരമായ സെൽഫി ഭ്രമം മാറ്റിയില്ലെങ്കിൽ അടുത്ത സെൽഫി എടുക്കാൻ നമ്മൾ ഉണ്ടാകില്ല എന്ന് ഓർത്തുകൊള്ളണം. ഒരു മുന്നറിയിപ്പാണിത് പ്രവാസികൾക്കായി. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.